വെസ്റ്റ് ബംഗാളിൽ അവിടെ ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന ആളെ സുവേന്ദു അധികാരി എന്താക്കി, ചീഫ് സെക്രട്ടറി ആക്കി എന്നുള്ളതാണ്. അപ്പോൾ അതിനെ രാഹുൽ ഗാന്ധി എതിർത്തു. രാഹുൽ ഗാന്ധി അതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നു. അപ്പോൾ ഇതിനെതിരെ നിങ്ങൾ എന്തുകൊണ്ട് മിണ്ടുന്നില്ല? ഇതാണ് CPIM ചോദിക്കുന്ന ചോദ്യം. ആ ചോദ്യത്തിലൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാരലൽ അതിൽ ഒരുപാട് അങ്ങനെ എളുപ്പം അതിലൊരു താരതമ്യം കണ്ടെത്താൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബംഗാളിൽ ചീഫ് സെക്രട്ടറി ആയിട്ടാണ് നിശ്ചയിക്കുന്നത്. ഹെഡ് ഓഫ് ദ എക്സിക്യൂട്ടീവ് അല്ലെ ഹെഡ് ഓഫ് ദ ബ്യൂറോക്രസി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികയിലാണ് അവിടെ നിശ്ചയിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, ബംഗാളിലെ SIR മാതിരിയാണ് കേരളത്തിലെ SIR എന്ന് CPIMന് അഭിപ്രായമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ബംഗാളിലെ SIRനെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനം BJP അല്ലാത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉയർത്തിയിട്ടുണ്ട്. കോടതിയിൽ, സുപ്രീം കോടതിയിൽ അത് എത്തിയിട്ടുണ്ട്. മമതാ ബാനർജി തന്നെ നേരിട്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ ചെയ്യുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. 90 ലക്ഷം പേര് വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ 25 ലക്ഷം ആളുകൾ മാറ്റി നിർത്തപ്പെട്ടത് ഈ പറയുന്ന സാധാരണ നമ്മൾ കാണുന്ന ആബ്സെൻറ്റ്, ഡബ്ലിംഗ്, ഡെഡ് ഈ പറയുന്ന ഒരു കാറ്റഗറിയിലും പെടാതെ എന്താണ് ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി എന്ന് പറഞ്ഞിട്ടുള്ള വിചിത്രമായൊരു കാരണം കൊണ്ടുവന്നിട്ടാണ് 27 ലക്ഷത്തോളം 25-നും 27 ലക്ഷത്തിനും ഇടയിൽ ആളുകൾ മാറ്റി നിർത്തപ്പെട്ടത്. അതിനെതിരെ അതാണ് സുപ്രീം കോടതിയിൽ ഏറ്റവും വലിയ വാദത്തിനിടയായത്. അതിനുശേഷമാണ് സുപ്രീം കോടതി ഒരു സ്പെഷ്യൽ ട്രിബ്യൂണൽ നിശ്ചയിക്കുന്നത്. ആ ട്രിബ്യൂണൽ ഇവിടെ വന്നിട്ട് സിറ്റിങ്സ് നടത്തുന്നത് ഇതുവരെ പൂർത്തിയായിട്ടില്ല. എനിക്ക് 6000 പേരോ മറ്റോ അതിനകത്ത് ക്ലിയർ ചെയ്ത് പോയിട്ടുള്ളൂ. അപ്പോൾ അത്രയും വലിയൊരു ഇലക്ഷൻ കമ്മീഷൻ BJPക്ക് വേണ്ടി പ്രത്യക്ഷത്തിൽ ഇറങ്ങിക്കളിക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കപ്പെടുകയും അങ്ങനെ ഒരു ആരോപണം വ്യാപകമായി ഉയരുകയും ചെയ്തതാണ് ബംഗാളിലെ SIR ആ പ്രോസസ്സ് എന്ന് പറയുന്നത്. ആ SIR ആണ് BJPയുടെ വിജയത്തിന് കാരണമായത് എന്ന വിമർശനം അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു SIR നടത്തിയ ശേഷം ആ SIRന് ശേഷം BJP വിജയിക്കുന്നു. ആ SIR പ്രോസസ്സിന് നേതൃത്വം കൊടുത്ത ആളെ ചീഫ് സെക്രട്ടറി ആക്കി. അതിനെയാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചിരിക്കുന്നത്. അപ്പോൾ അതേപോലെയുള്ള ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നാണ് CPM പറയുന്നതെങ്കിൽ അത് തെറ്റായ താരതമ്യമാണ്. ഇനി അതേപോലെയാണെന്നാണ് CPMൻ്റെ വാദമെങ്കിൽ കേരളത്തിലെ SIR ബംഗാളിലെ SIR പോലെയാണ് എന്നവർ പറയണം. പക്ഷേ ഇതുവരെ അവരത് പറഞ്ഞിട്ടില്ല. SIR നടക്കുമ്പോഴും പറഞ്ഞിട്ടില്ല, SIR പൂർത്തീകരിച്ചപ്പോഴും പറഞ്ഞിട്ടില്ല, ഇന്നേ വരേക്കും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൽ കാപട്യമുണ്ട്. ബംഗാളിലെ ഇതിന് അതാണ് അതേ സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്ന് പറയുന്നതിൽ താരതമ്യം. ഒന്നാമത്തെ കാര്യം, ബംഗാളിലെ SIR പോലെയല്ല ഇവിടുത്തെ SIR. ഇവിടെ SIR സാമാന്യം ഭേദപ്പെട്ട രീതിയിലാണ് നടന്നതെന്ന് മാത്രമല്ല, അത് ഇലക്ഷൻ കമ്മീഷൻ എന്തൊരു മഹത്വമായിട്ടല്ല ഞാൻ കാണുന്നത്. കേരളത്തിലെ പൊളിറ്റിക്കൽ ലിറ്ററസിയാണ് അതിന് കാരണം. രാഷ്ട്രീയ പാർട്ടികൾ അങ്ങേയറ്റം ജാഗ്രതയോടുകൂടി SIRനെ സമീപിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ മതസംഘടനകൾ, സാമൂഹ്യ സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ, ഇൻഡിവിജ്വലി ഓരോ MLAമാർ അവരെല്ലാം SIRൻ്റെ ഓരോ ഘട്ടത്തിലും സജീവമായിട്ട് ഇടപെടുകയും ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ തോതിൽ വാർത്തയാവുകയും ഇലക്ഷൻ കമ്മീഷന് തിരുത്തേണ്ടി വരികയും ഇങ്ങനെയൊക്കെ ചെയ്ത ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ SIR ബംഗാളിലെ SIRമായിട്ടോ അല്ലെങ്കിൽ ബീഹാറിലെ SIRമായിട്ടോ താരതമ്യം ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ല. ഇനി CPMന് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടത് പറഞ്ഞില്ല എന്നുള്ള ഗുരുതരമായ ചോദ്യം അവിടെ ഉണ്ട്. ബംഗാളിലെ SIR പോലെ ഒരു SIR ആണ് ഇവിടെ നടന്നത്. ആ SIR ആണ് ഇവിടെയുള്ള UDFൻ്റെ വിജയത്തിന് കാരണമായത്. ഇപ്പോൾ ബംഗാളിലെ പ്രശ്നം പറയുന്ന SIR ആണ് BJPയുടെ വിജയത്തിന് കാരണമായതെന്നാണല്ലോ. അതേപോലെ SIR ആണ് കേരളത്തിലെ UDFൻ്റെ വിജയത്തിന് കാരണമായതെന്നൊരു വാദം CPM ഉത്തരവാദിത്തത്തോടുകൂടി ഇതുവരെ ഉയർത്തിയിട്ടില്ല. അങ്ങനെ ഉയർത്താതിരിക്കെ, CPM പോലും അങ്ങനെ ഉയർത്താതിരിക്കെ ഇതിൽ താരതമ്യം എടുക്കുന്നതിൽ അനൗചിത്യമുണ്ട്, അല്ലെങ്കിൽ ശരികേടുണ്ട്. പിന്നെ ഉള്ളത് പറഞ്ഞ പോലെ ഇദ്ദേഹം ഈ പദവിയിൽ നിന്ന് മാറിയിട്ടില്ല, ഇതുവരെ മാറിയിട്ടില്ല. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പദവിയിൽ മാറുള്ളൂ. പക്ഷേ ഇങ്ങനൊരു ഉത്തരവാദിത്വം, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന് പറയുന്ന വലിയൊരു ഉത്തരവാദിത്വം നിർവഹിച്ചതിന് തൊട്ടുടനെ ഇദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ അനൗചിത്യം ആരോപിക്കാം, രാഷ്ട്രീയമായ വിമർശനം ഉന്നയിക്കാം. അത് പ്രതിപക്ഷത്തിന് സ്വാഭാവികമായിട്ടും അവർക്കതിന് അവകാശമുണ്ട്. പക്ഷേ അതിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതാണ്, ഈ ചോദ്യം അവിടെ ബാക്കിയുണ്ടാവും. നിങ്ങൾ ബംഗാളിലെ SIR പോലെയാണ് ഇത് കാണുന്നത്. ഔദ്യോഗികമായിട്ട് ഇതിനെ പ്രതികരിച്ചിട്ടില്ല, ഇങ്ങനെ ഈ ബംഗാൾ താരതമ്യം നടത്തിയിട്ടില്ല. സൈബർ സ്പേസിൽ അവരുന്നയിക്കുന്ന ഒരു വാദം പിന്നെ ഈ VK സനോജിൻ്റെ പോസ്റ്റിൽ രാഹുൽ ഗാന്ധി ഈ ബംഗാളിലെ ഇതിനെതിരെ ഉന്നയിച്ച ആ വാചകം ഉണ്ടല്ലോ, എന്താണ് ബിഗർ തഫ്റ്റ് അല്ല സ്മോൾ തഫ്റ്റ് ബിഗർ ഗിഫ്റ്റ് എന്നോ എന്താ പറഞ്ഞിട്ടുള്ള അത് ഉദ്ധരിക്കുന്നുണ്ട്. അത് ശരിക്കും ബംഗാളിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ വിമർശനത്തെ അതേ അടിസ്ഥാനത്തിലാണ് ഇവിടെ വിമർശനം ഉന്നയിക്കുന്നതാണല്ലോ അതിലൂടെ വരുന്നത്. അപ്പോൾ അതവർ ക്ലിയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ബംഗാളിൽ നടന്നതാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നത്
എന്ന അഭിപ്രായം CPM അത് അവർ വ്യക്തമാക്കണം. പക്ഷെ അതേസമയം പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ ഈ ഇത്തരം നിയമനങ്ങളിൽ വിമർശനം ഉന്നയിക്കാനുള്ള ഒരു അവസരമാണ് പ്രതിപക്ഷം സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഒരു അവസരം സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിൻ്റെ എന്താണ് കേൽക്കറിൻ്റെ നിയമനത്തിൽ ഉണ്ടായിട്ട് ഒരു ആക്റ്റീവായ പ്രതിപക്ഷം ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ കത്തിൽ BJPയുടെ ഒരു സീല് വന്ന് അതെ അതും കൂടെ അവർ പറയുന്നുണ്ട്. എനിവേ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആക്റ്റീവായ പ്രതിപക്ഷം ചെയ്യേണ്ട പണി തന്നെയാണിത്. പക്ഷേ എനിക്ക് കൗതുകം ഉണ്ടാക്കുന്ന കാര്യം അതല്ല. ഈ ഇന്നലെ നടന്ന നിയമനങ്ങളിൽ വേറൊരു നിയമനം ഉണ്ടായിട്ടുണ്ട്. മീഡിയ സെക്രട്ടറി ആയിട്ട് റോയ് മാത്യു എന്ന് പറയുന്ന ഒരാളെ നിയമിച്ചിട്ടുണ്ട്. ഈ റോയ് മാത്യു എന്ന് പറയുന്ന ആളുടെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ സർഫേസ് ചെയ്ത് വരുന്നുണ്ട്. എന്താ അതിന് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറി ആയിരിക്കുന്ന ഒരാൾ സാമാന്യമായിട്ട് അങ്ങേര് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഭാഷയല്ല അദ്ദേഹത്തിൻ്റെത്. VD സതീശനെതിരെ പോലും അദ്ദേഹം എഴുതിയ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ട് പോലും വളരെ മോശമായ രീതിയിൽ പബ്ലിക് കമൻറ്റുകൾ ഇട്ടിട്ടുള്ള ഒരാളാണ്. ഉത്തർപ്രദേശിലെ ലവ് ജിഹാദ് നിരോധന നിയമത്തിന് സമാനമായൊരു നിയമം ഇവിടെയും വേണ്ടിവരും എന്നെഴുതിയ ആളാണ്. അത് എഴുതിയ പശ്ചാത്തലമാണ് അതിനേക്കാൾ കൗതുകകരം. ഈ കേരളത്തിൽ ഈ ലവ് ജിഹാദ് ആട്ടക്കഥകൾ ഏറ്റവും അധികം പ്രചരിപ്പിച്ചിട്ടുള്ള, വിദ്വേഷ കഥകൾ ഏറ്റവും അധികം പ്രചരിപ്പിച്ചിട്ടുള്ള കൗമുദി പത്രത്തിലെ ഒരു വാർത്താ ക്ലിപ്പിംഗ് എടുത്തു വെച്ചിട്ടാണ് അതിൻ്റെ മേലാണ് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നത്. ഈ ഉത്തർപ്രദേശിലെ ലവ് ജിഹാദ് പോലെയുള്ള ഒരു നിയമം ഇവിടെ ലവ് ജിഹാദ് തടയൽ നിയമം പോലൊരു നിയമം ഇവിടെ വേണ്ടി വരും. അങ്ങേയറ്റം റേഷ്യൽ സ്ലർ എന്ന് പറയാവുന്ന മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വംശീയ പരാമർശം എന്നുള്ള നിലയ്ക്ക് സാധാരണ ഉപയോഗിക്കപ്പെടുന്നതാണ്. ഹൂറിമാരുടെ അടുത്തേക്ക് പോകാൻ എളുപ്പമായിരിക്കും. ഈ സ്വഭാവത്തിലൊക്കെ അങ്ങേയറ്റം വൃത്തികെട്ട കമൻറ്റുകൾ ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ്. കേരളത്തിലെ കുപ്രസിദ്ധമായ ഒരു ഹെയ്റ്റ് ട്യൂബർ ഇദ്ദേഹത്തെ അഭിവാദനം ചെയ്തുകൊണ്ട് കമൻ്റ് ഇട്ടിട്ടുണ്ട്. അതിലാദ്യം ഉണ്ടായിരുന്നത് ഞങ്ങളുടെ സ്ഥാപനത്തിൽ കുറച്ച് കാലം എഡിറ്ററായിട്ടുണ്ടായിരുന്നു എന്നാണ്. പിന്നെ അത് എഡിറ്റ് ചെയ്ത് ഒഴിവാക്കിയിട്ടെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെ ഒരാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മീഡിയ സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അതിൻ്റെ ഒരു പ്രൊപ്രൈറ്റി എന്നൊക്കെ പറയുന്ന സംഗതിയുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെയാണ് നിയമിച്ചിരിക്കുന്നത്. ഇതിൽ എന്തുകൊണ്ടാണ് CPM ഒരു അഭിപ്രായം പറയാത്തതെന്നാണ് എനിക്ക് ഭയങ്കര കൗതുകം ഉണ്ടാക്കുന്ന കാര്യം. ഇങ്ങനത്തെ ആൾ നേരത്തെ ഉള്ളതുപോലെ ഇങ്ങനത്തെ ആളുകളൊക്കെ തന്നെയാണ് വേണ്ടത് എന്ന അഭിപ്രായമാണോ? ഇപ്പോൾ രത്തൻ കേൽക്കറുടെ കാര്യത്തിൽ ഹൈ പിച്ചിൽ ഇപ്പോൾ CPM ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ CPMൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും വന്നത് കണ്ടില്ല. മീഡിയ സെക്രട്ടറി എന്ന പൊസിഷൻ ഉണ്ടാക്കുന്ന കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരാണ്. പ്രഭാവർമ്മയാണ്. ഈ പ്രസ് സെക്രട്ടറി എന്ന് പറഞ്ഞ വേറൊരു പൊസിഷൻ, പ്രസ് സെക്രട്ടറി ഉണ്ട്. അതെ, അതുകൂടാതെ മീഡിയ സെക്രട്ടറി. ഇത് രണ്ടുപേരുടെയും പണിയുടെ വ്യത്യാസം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരുപക്ഷെ ആക്റ്റീവായിട്ട് ആ രംഗത്ത് പ്രവർത്തിക്കുന്ന, അതായത് മുഖ്യമന്ത്രിയും മാധ്യമങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പണി പ്രസ് സെക്രട്ടറിയാണ് എടുക്കുന്നത്. അതെ, മീഡിയ സെക്രട്ടറി പ്രഭാവർമ്മയായിരുന്നു. അദ്ദേഹം ആ സമയത്ത് എന്താ ചെയ്തത്? കവിത എഴുതുകാരെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇദ്ദേഹം ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് അറിയില്ല. പ്രസ് സെക്രട്ടറി ആയിട്ട് മറ്റേ മാധ്യമപ്രവർത്തന CG കടക്കിലാണ് നിയമിക്കപ്പെട്ടുള്ളത്. അദ്ദേഹം പണിയെടുക്കും. ഇദ്ദേഹം എന്താണ് ചെയ്യാൻ നമുക്കറിയില്ല. അല്ല, ഇന്നലെ വന്ന വിജ്ഞാപനത്തിലെ ഹൈറാർക്കി അനുസരിച്ച് മൂന്നാമതാണ് മീഡിയ സെക്രട്ടറി, 2 പ്രസ് സെക്രട്ടറി. അത് ശമ്പളം കൂടുതലുള്ള പദവിയാണ്. VD സതീശൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മുമ്പ് പറഞ്ഞാണ്, VD സതീശന് തെരഞ്ഞെടുപ്പിലൂടെ വിജയിക്കുക മാത്രമല്ല ചെയ്തത്. നമ്മുടെ സാങ്കേതികമായ ഇലക്ഷനിൽ വിജയിക്കുക മാത്രമല്ല ചെയ്തത്, പിന്നീട് കേരളത്തിൽ തെരുവിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. ആ 10 ദിവസം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായകമായ 10 ദിവസമാണ്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന് CLP ലീഡറെ നിശ്ചയിക്കുന്നതിനിടയിലുള്ള 10 ദിവസം. ആ 10 ദിവസം തെരുവിൻ്റെ തെരഞ്ഞെടുപ്പിലൂടെ മുഖ്യമന്ത്രിയായ ആളാണ് VD സതീശൻ. അപ്പോൾ അദ്ദേഹം സാധാരണ മുഖ്യമന്ത്രിമാരെ പോലെ ആയിരിക്കില്ല. അങ്ങേയറ്റം സൂക്ഷ്മമായ പബ്ലിക് സ്ക്രൂട്ടിനിക്ക് ഓരോ ദിനവും വിധേയമായിക്കൊണ്ടിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ MLA-മാരുടെ ഭൂരിപക്ഷത്തിൻ്റെ ഇംഗിതത്തിന് വിരുദ്ധമായി, തെരുവിൻ്റെ അഭിലാഷത്തിന് അനുസൃതമായി മുഖ്യമന്ത്രിയായ മനുഷ്യനാണ്.